ഹലോ കൂട്ടുകാരെ, ഞാൻ വീണ്ടും വരുന്നു. ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതായത് ഹർത്താലിനെ പറ്റി. കഴിഞ്ഞ ദിവസം നടന്ന ഹർത്താലിനെ പറ്റിയൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, അതിൻ്റെ ഉള്ളടക്കം എന്താണ്, എന്തുകൊണ്ടാണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ്. അപ്പം നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, കാരണം നമുക്ക് ഓരോ വ്യക്തിക്കും ഓരോ വ്യക്തിയുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. അത് നമുക്ക് മറ്റൊരാളുടെ അടുത്ത് പറയാൻ കഴിഞ്ഞില്ല. നിങ്ങളും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി ഒരു വീഡിയോ വഴിയോ അല്ലെങ്കിൽ ഇതിന് താഴെ അല്ലെങ്കിൽ വേറൊരു ആരുടെയും ഏതെങ്കിലും ഒരു പബ്ലിസിറ്റി പോസ്റ്റ് കണ്ട് അതിനൊരു കമൻ്റായിട്ടോ നിങ്ങൾക്കുണ്ടായേക്കുന്ന ഗുണമെന്ത്, ദോഷമുണ്ട്, എന്തെങ്കിലും അനുഭവം നിങ്ങൾക്കുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണം നിങ്ങൾക്കുണ്ടോ ഈ ഹർത്താൽ കൊണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ കഴിയുമെങ്കിൽ ജനത്തിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നു. എന്ത് ഉപകാരമാണ് ഈ ഹർത്താൽ കൊണ്ട്, എന്ത് നേട്ടമാണ് കേരളത്തിലെ ജനതയ്ക്ക് ഈ ഹർത്താൽ കൊണ്ട് കിട്ടിയത് എന്നുള്ളത് ഒന്ന് നിങ്ങൾക്ക് കമൻറ്റ് മുഖേന ഒന്ന് നിങ്ങൾക്ക് പറയാനോ അല്ലെങ്കിൽ ഇടാനോ കഴിഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ ഇത് ഒരു വീഡിയോ ഇടാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എല്ലാവരും മുന്നോട്ട് വരണം. ജനങ്ങളെല്ലാവരും ഇതിനെതിരെ പ്രതികരിച്ചേ പറ്റത്തുള്ളൂ. എന്തെങ്കിലും ഒരു ഉപകാരം വേണ്ടേ മറ്റുള്ളവർക്ക് വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആർക്കെന്തോ കാര്യം നേടാൻ വേണ്ടിയിട്ടാണ് അവർ നേരിട്ട് മറ്റുള്ള ഇത്ര കോടിക്കണക്കിന് ജനങ്ങൾ ഒരുമാതിരി ഇതാവുന്ന അവസ്ഥയാണ്. ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എന്താണ് ഇതുകൊണ്ടുള്ള ഒരു അഭിപ്രായം നിങ്ങളുടെ കമൻറ്റ് രൂപേണ രേഖപ്പെടുത്തുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അത് നാളത്തെ തലമുറയ്ക്ക് നിങ്ങൾ കൈമാറുന്ന ഒരു ഏറ്റവും വലിയ സന്ദേശമായിരിക്കും. പ്രതികരിക്കാനുള്ള സന്ദേശം, പ്രതികരണശേഷി വാക്കുകളിലൂടെ ഇതെങ്കിലും മറ്റുള്ളവരിലേക്ക് എത്തട്ടെ എന്നോർത്തിട്ടാണ് ഞാനിപ്പോൾ വീണ്ടും ഇത് പറയുന്നത്.